എ സി ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കൂട്ടുകാരെ, ഈ മോഡല് ബെൻസ് ഉണ്ടല്ലോ, വേണ്ടേ, നമ്മൾ വേണ്ട ഈ ഭാഗത്ത് ഇവിടെ ചുമപ്പിടുന്നു. ഓക്കെ, ഇങ്ങനെ ഇടുന്ന എ സി ഇട്ട് ഓടിക്കുമ്പോൾ നല്ല തണുപ്പ് ശരിയായിട്ട് കിട്ടും. എന്നിട്ട് ഇവിടെ റെഡുണ്ട്, പക്ഷേ ഇവിടെ ഇതുണ്ട്, ഈ ഗ്രീൻ ലൈറ്റ് കത്തണം. ഓക്കെ, ഫാനിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും പറയുന്നതാണ്, അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വെക്കുക. പക്ഷേ തണുത്ത് കഴിയുമ്പോൾ 4 നിന്നും 5 നിന്നും മാറ്റി ഒരു 2.5 വെക്കുന്നതാണ് നല്ലത്. തണുത്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ കംപ്രസർ തണുക്കുന്നുണ്ടല്ലോ, അതൊരു വിഷയം തന്നെ കേട്ടോ. വണ്ടി തണുക്കുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം ഞാൻ ഫ്രണ്ടിൽ കാണിക്കാം. ഇത് നിങ്ങൾ വിൽക്കുവാണെങ്കിൽ അങ്ങനെ ഫുള്ള് വെച്ചിട്ട് പിന്നെ അങ്ങ് മാറണം. കിടന്നുറങ്ങുവാണെങ്കിൽ ഒരു 20-ഓ 18-ലോ ഒക്കെ വെക്കണം, നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ ഫ്രണ്ടിലോട്ട് വന്നൊരു കാര്യം കാണിക്കാം, വീഡിയോ സ്കിപ്പാക്കരുത് കേട്ടോ. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, വണ്ടി ഓവർ ഹീറ്റ് ആയാലും എ സി വർക്കാകത്തില്ല. ഓർത്തിരുന്നോണം കേട്ടോ ആ കാര്യം. ഈ കൂട്ടത്തിൽ പറഞ്ഞ റേഡിയേറ്റർ ഒത്തിരി ഓവർ ഹീറ്റ് ആയാലും എ സി വർക്കാകത്തില്ല. നമ്മുടെ വിഷയം ഇതാണ്. ഇവനാണ് വില്ലൻ. ഏറ്റവും വലിയ പ്രശ്നം ഈ ഗ്രില്ലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കമ്പനി എന്താണ് തന്നിരിക്കുന്നതെന്ന്. കമ്പനി സ്ട്രോങ് ആയിട്ട് തന്നെ തന്നിരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവനാണ് പ്രശ്നം. എ സി തണുക്കുന്നില്ല. ചെറിയ ചെറിയ ട്രിക്ക് നമ്മൾ ചെയ്താൽ മതി കേട്ടോ, എ സി നമുക്ക് തണുപ്പിക്കാം. ഇവൻ സ്ട്രോങ് ആയിട്ടൊരു ഗ്രില്ല് കൊടുത്തിരിക്കുക, നെറ്റ് പോലെയുള്ള ഒരു ഗ്രില്ലാണിത്. നെറ്റ് പോലെ ഒരു ഈച്ചയോ കൊതുവോ ഒന്നും അകത്ത് പോകത്തില്ല, നല്ല സേഫ്റ്റിയാണ്. പക്ഷേ നമ്മളിത് ക്ലീൻ ചെയ്യാതിരുന്നാൽ പണി കിട്ടിയേ തന്നെ. കമ്പനി സേഫ്റ്റിക്ക് വേണ്ടി നല്ല കാര്യത്തിന് വേണ്ടി തന്നിരിക്കുന്നു. ഈ ഒരു മോഡലിനെ ആ ഒരു പ്രശ്നമുള്ളൂ കേട്ടോ. MB4 ഇവിടുത്തെ വണ്ടി സൗദി മെയ്ഡ് മെർസിഡീസ് ബെൻസ് തന്നെയാണ്, സൗദി മെയ്ഡ് മെർസിഡീസ് ബെൻസ്. അപ്പോൾ ഇതിനാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക, മാസത്തിലൊന്ന് ഇവനെ കഴുകണം. ഓക്കെ, ചെറിയ ചെറിയ ബാരിക്കുണ്ടോ, ഈ കുഴികളുണ്ടോ, ചെറിയ നെറ്റാണിത്, കൊതു പോലും കയറി പോകത്തില്ല. പക്ഷേ ഇത് മണ്ണുകൊണ്ടാണ്. ഇവിടുത്തെ രയത്തും മണ്ണ് നിങ്ങൾക്കറിയാമല്ലോ, ഇത് അടഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് അങ്ങോട്ട് പ്രോപ്പറായിട്ട് അകത്തോട്ട് ചെല്ലത്തില്ല. അപ്പോൾ അതാണ് വില്ലനായിട്ടിരിക്കുന്നത്. ഇവനെ മാസത്തിലൊന്ന് 20 ദിവസം കൂടുമ്പോൾ 15 ദിവസം കൂടുമ്പോൾ ഇവനെ ഒന്ന് കഴുകുക. നമുക്ക് തന്നെ കഴുകാം, ഇല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ മോട്ടറിൻ്റെ പമ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഗണ്ണോ ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ച് ഇവനെ ഒരു 15 ദിവസം കൂടുമ്പോൾ നിങ്ങളൊന്ന് ഈ ഗ്രില്ലൊന്ന് ക്ലീൻ ചെയ്ത് നോക്ക്. എന്നെ തണുപ്പായിരിക്കും. അല്ലാതെ ഇത് അടഞ്ഞിരുന്ന തണുപ്പ് കുറവായിരിക്കും. ഈ വണ്ടിയിൽ കംപ്ലൈൻറ്റ് ഉള്ളത് എന്തുവാണെന്നറിയോ, ഐഡൽ സ്പീഡ് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നല്ല തണുപ്പ് ലഭിക്കുന്നില്ല. അത് എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്രില്ല്, ഇങ്ങനത്തെ ഗ്രില്ലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവനെ ക്ലീൻ ചെയ്യണം കേട്ടോ. പിന്നെന്തുവാ, ഒരു 10 ദിവസം 15 ദിവസം കൂടുമ്പോൾ ഈ ഫിൽറ്റർ കൂടെ ഒന്ന് അവിടെ ഇളക്കി, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് ഇളക്കി ഈ ഫിൽറ്റർ ഒന്ന് 15 എയർ അടിക്കണം. എയറിൻ്റെ പമ്പൊക്കെ നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അടിച്ച് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ വില്ലനെ ഇവനെ ക്ലീൻ ചെയ്യണം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതാണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. വെള്ളം എടുത്ത് നമുക്ക് മോട്ടറുണ്ട് അങ്ങനെ ചെയ്യാം. അതാണ്ട് ഇവനെ ഒന്ന് വൃത്തിയാക്കണം. ഇവനെ ഈ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടല്ലോ, ഇത് അടഞ്ഞിരിക്കാം. ഓക്കെ, ഫ്രണ്ടിലെ ഗ്രില്ല് കുഴപ്പമില്ല, സൂപ്പറാണ്, കാറ്റകത്തോട്ട് പോവും കണ്ട. പക്ഷെ ഇവനങ്ങ് തടഞ്ഞു വെക്കും. ഇവിടുത്തെ മണ്ണിലുള്ള പ്രശ്നമാണ്, മണ്ണ് കയറി അടഞ്ഞ് വേണ്ട എയർ അങ്ങോട്ട് എ സിക്കോ അല്ലെങ്കിൽ കണ്ടൻസറിനോ കംപ്രസറിനോ റേഡിയേറ്ററിനോ ഒന്നും ലഭിക്കാതെ വരും. അപ്പോൾ ഇവനെ ഒന്ന് ക്ലീൻ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. യാതൊരു കുഴപ്പവും. നല്ല ഉണക്ക് നെറ്റ് വെള്ളം അടിച്ചോ അല്ലെങ്കിൽ പമ്പ് ചെയ്തോ ഇവനെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഐഡൽ സ്പീഡ് കിടന്നുറങ്ങി നോക്കേ. ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയണേ. നിങ്ങളുടെ വണ്ടി ഇത്രയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ, എന്നാ എരപ്പാ ആ വണ്ടിയുടെ, ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ. എന്നിട്ട് എ സിക്ക് തണുപ്പില്ലെങ്കിൽ എന്നോടൊന്ന് പറ. ഇങ്ങനത്തെ ഗ്രില്ല നിങ്ങളുടെ വണ്ടിയെങ്കിൽ മാസത്തിൽ 20 ദിവസം കൂടുമ്പം ഈ ഗ്രില്ലൊന്ന് ക്ലീൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ റേഡിയേറ്ററും ഒക്കെ ചൂടാവാതൊക്കെ ഇരിക്കും, നല്ല തണുപ്പും കിട്ടും. അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.